കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നേ ആൻസ് കുട്ടൻ്റെ ആദ്യ കുർബാനയാണ് കേട്ടോ. നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. സത്യത്തിൽ ഇന്നലെ നമ്മൾ ആൻസിനെ നേരത്തെ തന്നെ കിടത്തി ഉറക്കിയെങ്കിലും നമുക്ക് വീട്ടിൽ ഒത്തിരി പണിയുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയത്. പക്ഷെ രാവിലെ തന്നെ വീണ്ടും എഴുന്നേക്കേണ്ട വന്നു. വീണ്ടും കുറച്ച് ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറി നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. ആൻസിൻ്റെ ഡ്രസ്സ് ഞാൻ ഇവിടെ അയൺ ചെയ്തതായി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻസിൻ്റെ ഡ്രസ്സും വെച്ചിട്ടുണ്ട്, സോക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ആൻസ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അപ്പം അതാ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയതേ ആദ്യ കുർബാന കൊച്ച് നിൽക്കുന്ന നിപ്പ കണ്ട നാണം വരുന്നുണ്ടോന്നേ. വേറെ ഒന്നും എടുക്കാനൊന്നും ഇല്ല ഇവിടുന്ന്. ഇത് ഇങ്ങനെ നിന്നെ കൊണ്ടുപോയാൽ പോരെ? വേറെ ഒന്നും എടുക്കാനില്ലല്ലോ. ഉണ്ടോടാ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ആദ്യ കുർബാന കാണാൻ പോകുന്നത് കേട്ടോ. കാണാനും പങ്കെടുക്കാനുമായിട്ട് ഒരുമിച്ച് അവസരം കിട്ടിയത്. ഇവിടെ ഒരാൾ ആഷ് കളർ ഷർട്ടൊക്കെ ഇട്ട് പിന്നെ പറഞ്ഞാൽ സിൽവർ കളർ മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സിൽവർ എല്ലാവരും കണ്ടോളൂ. അതിനപ്പം ഇന്നലെ പത്രം തന്നില്ല. മെയ് ദിനത്തിൽ പത്രം ഇല്ലായിരുന്നു. ആ വണ്ടി ഇറക്ക. അപ്പോൾ നേരെയൊക്കെ ഭിത്തിയിലൊക്കെ പോയി ചാറല്ലേ. തിരുവോസ്തി എങ്ങനെ സ്വീകരിക്കണ്ടെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം ടെൻഷനാ. അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകാതെ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയാണ് കേട്ടോ. അവിടെ ഒരു പെങ്കൊച്ചുണ്ട്. നമ്മൾ പുതിയ വീട്ടിൽ താമസക്കാരൊക്കെ ആയി. അപ്പോൾ അവിടെ ആദ്യ കുർബാനയൊക്കെയാണ്. ഇവിടെ ആനസൂട്ടറിൻ്റെ ആദ്യ കുർബാന. ഇച്ചിരി പൗഡറൊക്കെ ഇടണമായിരുന്നോ? ഓ എന്നാ പൗഡറില്ലേ. ഞാൻ അമ്മച്ചിക്ക് തലയിറക്കായോണ്ടാണ് കേട്ടോ അമ്മച്ചി പള്ളി വരാത്തത്. അപ്പം നമ്മൾ പള്ളിയിലേക്ക് അങ്ങനെ പോയിട്ട് വരാം. അപ്പം മണവാളനെ ഇവിടെ കയറിക്കോടാ. ഇവിടെ കയറിക്കോടാ. ഇവിടെ നീ മണവാളനല്ലേ? മണവാളന്മാരൊക്കെ മുമ്പിൽ കയറ. ഇവിടെ മുമ്പിൽ കയറാ. അപ്പം നമ്മൾ അങ്ങനെ വണ്ടികളൊക്കെ കയറി ആദ്യ കുർബാന ബോയിയെ കൊണ്ട് ബോയിക്ക് മുമ്പിൽ ഇരുത്തി മണവാളിനെ കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ ബോയിക്ക് നാണം വന്നിട്ട് മുമ്പിൽ കയറിയില്ല. നിനക്ക് നാണം വന്നോടാ? നിനക്ക് നാണം വന്നൊക്കെ ഉണ്ടടാ. അപ്പൊ ആൻസൂട്ടിന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട്. നടന്നോ? ജീപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ? തന്നെ പോയാ? വീട്ടിൽ നിന്ന് ബാക്കി ചേട്ടന്മാര് നിങ്ങള് 3 പേരും കൂടെ പോയേ? ഇങ്ങനെയാണോ പോയത്? പാൻറ്റൊക്കെ ഇട്ട്? എനിക്ക് ആദ്യ കുർബാനയൊന്നും ഇല്ല. ഞങ്ങള് യാക്കോബിറ്റുകാർക്ക് ആദ്യ കുർബാനയൊന്നും ഇല്ല. മാമോദീസ മാത്രമേ ഉള്ളൂ. സ്ഥൈര്യലേപനം മാമോദീസയുടെ കൂടെ തന്നെ അതും തരും. സ്ഥൈര്യലേപനം ഞങ്ങൾക്ക് അങ്ങനെ പണ്ടില്ലായിരുന്നു കേട്ടോ. അതിന് വേറെ ഒരു വർഷം കഴിഞ്ഞ് അങ്ങനെ തോന്നുന്നു. ഞാൻ ഓർക്കുന്നില്ല. ഇത് ഇപ്പൊ എല്ലാം ഒന്നിച്ചാ. ഓട്ടോറിക്ഷ കൊച്ചു ആൻസ് അടങ്ങി ഒതുങ്ങി നിക്കണം. പിരിപിരിപ്പ് കാണിക്കരുത്. ബെൽറ്റെ പിടിക്കരുത്. മോതിരത്തെ പിടിക്കരുത്. പള്ളി കഴിഞ്ഞ് വന്നാൽ തന്നെ പയ്യെ ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ. അതുപോലെ ചെറിയ പിള്ളേരൊക്കെ വരുവൊക്കെ ചെയ്യില്ലേ? അപ്പൊ അവരോടൊക്കെ മിണ്ടുവൊക്കെ ചെയ്യണം കേട്ടോ. ആര് ഗിഫ്റ്റ് തന്നാലും താങ്ക്സ് പറയണം കേട്ടോ.
പള്ളിയിൽ കഴിഞ്ഞു കഴിയുമ്പോൾ കേട്ടോ അച്ചടക്കത്തോടു കൂടിയൊക്കെ നിക്കണം കേട്ടോ. പേടിയുണ്ടോ? ടെൻഷൻ ഉണ്ടോ? നാണം ഉണ്ടോ? അതുകൊണ്ട് അങ്ങനെ ആദ്യ കുർബാന ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ഫോട്ടോ എടുക്കലാണ്. നമുക്ക് മൊബൈൽ പള്ളിക്കകത്ത് യൂസ് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഫോണും പിടിച്ച് നിൽക്കുമ്പം ഇതൊരു വിശദമായ കാര്യം നടക്കുന്നതാണല്ലോ, അപ്പം അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് കരുതി പള്ളിയിൽ നിന്നും തന്നെ ഒരു സ്റ്റുഡിയോയിൽ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറാമാനായിട്ട്. അത് ഫോട്ടോ മാത്രമായിട്ട് കിട്ടുള്ളൂ. അത് കിട്ടിയില്ല. കിട്ടിക്കഴിയുമ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്യും. അപ്പോൾ വീട്ടിലെ ഫംഗ്ഷൻ ഇങ്ങനെ പുരോഗമിക്കുമായിരുന്നു. ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സൗമ്യയാണ്. 9ാം ക്ലാസ് മുതലങ്ങ് +1 +2 വരെയുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. പിന്നെ ആൻസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗൗരീഷ് ഫാമിലിയും വണ്ണപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആൻസിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കൂട്ടുകാരനാണ്. അപ്പോൾ ആ സ്കൂളിൽ നിന്ന്, നേരത്തെ പഠിച്ച സ്കൂളിൽ നിന്നും ആൻസിനെ നമ്മൾ മാറ്റി. അപ്പോൾ ഈ ഒരു കൂട്ടുകാരനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, ഈ ഒരു കൂട്ടുകാരൻ ഭയങ്കര സങ്കടമായിരുന്നു, കരച്ചിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൗരീഷ് ഫാമിലിയോട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കുട്ടി എന്നും ആൻസിന് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് വീട്ടിൽ ശല്യം ചെയ്യുമെന്നൊക്കെ അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു കൂട്ടുകാരനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. ആദ്യ കുർബാനയെല്ലാം കഴിഞ്ഞ് നമ്മളിതേ ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന പാത്രം എല്ലാം കഴുകി നമ്മൾ കസേരയും മേശയെല്ലാം തിരിച്ച് ബാക്കി ചെയ്യാനായിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് നേരെ നിൽക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ മേശയും കസേരയെല്ലാം എടുത്ത് വെച്ചു. ആൻസൂട്ടിൻ്റെ ടീച്ചർ കൊണ്ട് കൊടുത്ത ഗിഫ്റ്റാണ് ഇത്. നമ്മൾ ഗിഫ്റ്റൊന്നും ബാക്കിയുള്ള ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനാണ് ഈ ഒരു പൂച്ചെടി എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചിരുന്നതാണ്. ആൻസൂട്ടിൻ്റെ ടീച്ചർ അവൻ്റെ കാച്ചിസം അതുപോലെ തന്നെ അവൻ്റെ സ്കൂളിലും പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ. ടീച്ചർ കൊണ്ട് കൊടുത്ത ചെടിയാണ്. പിന്നെ ഭയങ്കര തിരക്കിൽ പാത്രങ്ങളെല്ലാം കുന്നുകൂടി കിടക്കുക. എല്ലാവരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാട് നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ തലവേദനയായിരുന്നു. കാരണം മിനിഞ്ഞാന്ന് നമ്മൾ ഉറങ്ങിയത് 2 മണിക്കൂർ മാത്രം. ഇത് മതിയോ? നമ്മുടെ ബാസ്കിമോനെ കൊണ്ട് ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ നമ്മൾ അടുക്കള ഭാഗത്തേക്ക് മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് പിന്നെ നമ്മുടെ കട്ടിലുകളെല്ലാം കൂടെ വെളിയിലേക്ക് ഇറക്കിയിട്ടു. ഇതിൽ എക്സ്ട്രാ കിടന്ന കട്ടിലുകളാണ്. അപ്പോൾ അതെല്ലാം 4 കട്ടിലുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ ആ വിറക് പേരയിലേക്കും കയറ്റിയിട്ടു. വീടിനകത്ത് വെച്ചാൽ നമ്മൾ ഫുഡ് കൊടുത്തത്. അപ്പം പന്തൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത വീട്ടിൽ അവിടെ വീട് കയറി താമസവും എല്ലാം കൂടെ ആയതുകൊണ്ട് അവിടെ പന്തലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആരും വരാതെയൊന്നും ഇരുന്നില്ലേ. ചേട്ടൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് തന്നിട്ട് 5:30 വരെ പിടിച്ച് കിടത്തി. 5:30 ആയപ്പോൾ എഴുന്നേറ്റത് വീട് മൊത്തം ക്ലീൻ ചെയ്ത്. എനിക്ക് പിന്നെ അതുകൊണ്ടൊന്നും ചെയ്യേണ്ട വന്നില്ല. പെരക്കകത്ത് പാത്രം കിടക്കണതും ചേട്ടൻ കഴുകി വയ്ക്കും കേട്ടോ. കേട്ടോ, പെരക്കകത്ത് പാത്രം വെച്ചേക്കുന്നതും ചേട്ടൻ കഴുകി വയ്ക്കുമെന്ന്. ഞാനീ വാർപ്പ് കാണുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ചേട്ടായിയുടെ കല്യാണം ഓർക്കണത്. ചേട്ടായി കല്യാണം കഴിഞ്ഞ് ചേട്ടായി ഭാര്യ വീട്ടിൽ പോയിട്ട് പാത്രം കഴുകി മനുഷ്യൻ്റെ നടുവൊടിഞ്ഞതാ. അതാ ബീഫ് വെച്ചത്, പല സാധനങ്ങളുണ്ടായിരുന്നു. ബാക്കിയെല്ലാം കൂട്ടിയിട്ടതേ കത്തിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഇത്രയുണ്ട്. ചോറ് കോരിയതും എല്ലാം കറി കോരിയതൊക്കെ ഇതിലാണ്, നമ്മൾ തവിയിലല്ലായിരുന്നു. അപ്പോൾ അത് കഴുകാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പേർക്ക് തന്നെ നമ്മൾ വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോരൻ നമ്മളിപ്പോൾ എടുത്ത് ചൂടാക്കി വെച്ചു. അപ്പോൾ സാധാ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മീൻകറിയൊക്കെ വെച്ചിട്ടോ. മീൻകറി പിന്നെ കാളൻ
അതും വെച്ചു. പിന്നെ ഇത് ഐസ്ക്രീം കൊണ്ടുവന്നു. ഐസ്ക്രീമിന് കുറച്ച് ബാക്കിയിരിക്കണത് ഞാൻ തിന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യ കുർബാന പോയാണ് ഇവിടെ പോത്തു പോലെ കിടന്നുറങ്ങണത്. ഹലോ ആൻസ, അവന് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസ് എല്ലാം ഇവിടെ കൂട്ടി വെച്ചേക്കുവാണ് കേട്ടോ. അത് നമ്മൾ പൊട്ടിച്ചൊന്നും നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അവന് കുറേ പോക്കറ്റ് മണിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. കുറേ ക്യാഷൊക്കെ കിട്ടി ആൻസൂട്ടന്. അപ്പം നല്ല ഉറക്കമാണ്. കാരണം ഇന്നലെ അവന് ഭയങ്കര കോമഡിയാണ്. എല്ലാം പറയാം നമ്മളിട്ട് ഗിഫ്റ്റൊക്കെ എടുക്കുമ്പോൾ പറയാം. അപ്പോൾ ആൻസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ നമ്മൾ വീഡിയോയിലേക്ക് ചേർത്തിട്ടുള്ളൂ. പിന്നെ ആൻസിൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ഹാപ്പി ആയിരുന്നു. അതെ എണീക്ക. ഹലോ ചേട്ടൻ അവനെ വന്ന് വിളിക്കുന്ന സ്റ്റൈലാണിത്. ഏറ്റടാ ഡാ ഗിഫ്റ്റ് പൊട്ടിക്കാന്ന്. ഉടനെ കിട്ടിയ ഗിഫ്റ്റൊക്കെ നമുക്ക് നോക്കാവേ. ഓരോന്ന് എടുത്തോ. ചെറുതീന്ന് തുടങ്ങിക്കോ. അഭിഷേകം കൊണ്ടുവന്ന് എന്തിയാടാ? ആദ്യം മുതലെടുത്തോ. ആദ്യം മുതലിരിക്കണ എടുത്തോടാ. അതാണോ അഭിഷേകം കൊണ്ടുവന്ന്? അവൻ്റെ കൂട്ടുകാരനൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൈ പിടിച്ചോണ്ടാ വന്ന്. ആ വാവ്, ആൻസിന് നല്ലൊരു കപ്പ് കിട്ടി. അടിപൊളി, സൂപ്പർ, നല്ല ഭംഗിയുണ്ടല്ലോടാ. ബെസ്റ്റ് വിഷസ്, സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് ബെസ്റ്റ് വിഷസ്. എടാ ഓരോന്നോരോന്നിങ്ങ് എടുത്തോണ്ട് പോരെ, ഇനി തിരയാനൊന്നും നിൽക്കണ്ട കേട്ടാ. അടിപൊളി അടിപൊളി അടിപൊളി. ഈശോയുടെ രൂപം. ഈ രൂപമൊക്കെ കാണുമ്പോൾ ചേട്ടന് ഭയങ്കര സന്തോഷമാണ്. ചേട്ടനൊരു പ്രത്യേക ഒരിതുണ്ട്. ഈ ഉയർപ്പിൻ്റെ ഈശോയായത്, ഉയർപ്പിൻ്റെ ഈശോയ. കൂട് കളയരുതട്ടടാ, നമുക്ക് കൂടിന് ആവശ്യമുണ്ട്. ക്ലോക്ക്, ഇത് നമ്മൾ വാങ്ങണമെന്നും പറഞ്ഞൊരു ക്ലോക്കല്ല ആർക്കത് ഗിഫ്റ്റ് കൊടുക്കാൻ. ക്ലോക്കും ഫോട്ടോയും വയ്ക്കാം. ഇത് നമുക്ക് ഇതിന് ചേരുന്ന ഒരു ഫോട്ടോ നമുക്ക് അവിടെ നിന്ന് ആദ്യ കുർബാനയുടെ നമ്മൾ 3 പേരും ഇങ്ങനെ നിൽക്കണില്ലേ, അതെടുത്തിട്ട് ഇവിടെ കയറ്റാവേ. അപ്പോൾ അതെ ആൻസിന് കിട്ടിയ ക്ലോക്കാണ് കേട്ടോ. പൊട്ടിക്കടാ. കവർ ആൻസിന് കുറേ കവറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആൻസിന് പൈസ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കവർ കളയണ്ട, നമുക്ക് വല്ലവർക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പൈസയല്ല, കവറെടുത്ത് വെച്ചേക്കും. എന്നിട്ട് ചില കടയിൽ ചെന്ന് കവർ കിട്ടാറില്ല. ഇങ്ങളെന്തോ പറയണത്? ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആശ്വാസത്തിൻ
ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. ആ അത് നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ. തിരിച്ചു പിടിക്കുക. ഈ ഭിത്തിയിൽ ഇല്ലാത്ത സാധനങ്ങൾ ഇതൊക്കെയാ. കുറേ ഫോട്ടോസ്. മാതാവിൻ്റെ ഒരു ഫോട്ടോ. മാതാവിൻ്റെ തിരുഹൃദയം. പണ്ട് വീട്ടിൽ നമ്മുടെ ആ മോളിൽ നിന്ന് താഴെ ചാടിയില്ലേടാ കട്ടിക്കാനെ വെച്ച സെയിം. ആ സെയിം അത്. നല്ല രസമുണ്ട്. നല്ല രസമുള്ള മാതാവ. ആ പൊട്ടിച്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൈഡൊക്കെ നല്ല രസമുണ്ട്. അത് ഡ്രസ്സാ. ആ പാകാടാ, കുഴപ്പമില്ലടാ. 32 അല്ലേ, നല്ല കളറാ, അടിപൊളി. ഇടുവോ? ആ പള്ളി കൊണ്ടുപോവാടാ, നല്ല ലൈറ്റ് കളറാ. സ്കൂള് തുറക്കുമ്പോ ഇനി ബാഗ് വാങ്ങണ്ട, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആരിസോട്ടൻ ഈ വർഷത്തെ ബാഗൊക്കെ കിട്ടിട്ടോ. ബാഗ് കിട്ടി. അത് ഉടുപ്പാ മഹാറാണിയുടെ. നിന്റെ ഫ്രണ്ട് കൊണ്ട് തന്നല്ലടാ? ആ അത് പുളിമൂട്ടിന്ന്. മഹാറാണി. അതെ പുറകിലൊക്കെ ഗിഫ്റ്റ് ഇരിപ്പുണ്ടല്ലോ. ആൻസിന് ആദ്യ കുർബാന നടത്തി കുറെ ഗിഫ്റ്റൊക്കെ കിട്ടി. ആൻസ് ഹാപ്പി. അടിപൊളി. പാൻ്റാടാ അത്? പാകല്ലേ നോക്കിക്കേടാ വച്ചേ. ആ അത് പാക. നല്ല ഷർട്ടാട്ടാ. പാകല്ലേടാ? അത് കുഴപ്പമില്ലടാ, അത് ചുരുങ്ങി കിടന്നാൽ മതി. നിനക്ക് പെട്ടെന്ന് പൊക്കം വയ്ക്കൂടാ. നിനക്ക് പൊക്കം വയ്ക്കണ പ്രായ. ആ ഈശോയുടെ മുഖത്തേക്ക് വെക്കല്ലേ. പുളിമൂട്ടില് അതിലും ആ പുളിമൂട്ടിലെ ഡ്രസ്സ് എടുത്തവരൊക്കെ മറ്റേ ബില്ല് കളയാതെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഞാൻ എടുക്കാതെ ആ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞ്. ബില്ലല്ലത്തെ അതിൻ്റെ പ്രൈസ് ടാഗ് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ്. ഉടുപ്പേന്ന് കളഞ്ഞിട്ടില്ല എന്ന്. അപ്പം പാകം അല്ലെങ്കിൽ മാറ്റിയെടുത്തോളാൻ പറഞ്ഞേ. പാകമായിരിക്കുന്നേ, അവർക്കൊക്കെ ഇവനെ അറിയാവുന്നതല്ലേ. അടിപൊളി അടിപൊളി. കുഴപ്പമില്ലടാ, നിനക്ക് പാകാടാ. നീ ഇത്ര ഇറക്കി വെച്ചിട്ടാ. അത് ഇറക്കി വെച്ചേക്കണേ നീ കേട്ടാ. അടിപൊളി ജീൻസാണല്ലോ. പാകല്ലേ? ആ ഷർട്ടും പാകാം. ലൈറ്റ് ഷെയ്ഡ് ഷർട്ടൊക്കെ ആട്ടല്ല. ഇത് ആൻസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ്, ഗൗരീഷ്. ആ കൊച്ചിന് പോണമെന്നില്ലായിരുന്നു. വൈകുന്നേരം ഭയങ്കര കൂട്ടായിരുന്നു. സെല്ലോ ടേപ്പ് വിളിക്കാം കൊച്ച. ആൻസിന് അങ്ങനെ ബർത്ത്ഡേയുടെ വരെ ആയിട്ട് ഗിഫ്റ്റ് ഉടുപ്പുകളോ ഒക്കെ ഇഷ്ടം പോലെ കിട്ടി. അടിപൊളി. കറുപ്പും വെള്ളല്ലടാ. അടിപൊളി. അത് കറക്റ്റായിരിക്കും, കാരണം അവനും ഇവനൊക്കെ ഏകദേശം ഒപ്പം അവനൊരിച്ചിരി ഇവനേക്കാളും ചെറുതാന്നേ ഉള്ളൂ.
നിക്കവിടെ, അതിങ്ങനെ പൊട്ടിച്ചിട്ട് പോയാൽ മതി. അത് ഒരു മിനിറ്റ് അല്ലേ ഉള്ളു ചേട്ടാ. അത് പപ്പയ്ക്ക് പറ്റും. പപ്പയ്ക്ക് അടിപൊളി, സൂപ്പർ. എന്നാണേലും അവന് തരാനുള്ള മനസ്സുണ്ട്. വാട്ടർ ബോട്ടില് അപ്പം അതുമായി, ബാഗുമായി, വാട്ടർ ബോട്ടിലുമായി ഈ കൊല്ലം. അടിപൊളി, അത് കൊള്ളാലേ. അവർക്ക് കിട്ടാത്തൊരു മോഡലല്ലേ. അടിപൊളി. അത് പൊട്ടിക്കാതെ തന്നെ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുവാടാ. കഴുകണ സാധനങ്ങൾ പാൻസൂട്ടിന് മഞ്ചൊക്കെ കിട്ടി. ഇതെന്താടാ? ഫോട്ടോ ഫ്രെയിം അല്ലേ? നല്ല രസമുണ്ടടാ. നെഞ്ചരിച്ചില്ല. അത് പൊട്ടിക്കണ്ട, ഒരെണ്ണം പൊട്ടിച്ചാൽ മതിടാ. തന്നെ തിന്നാനാന്ന് ഓർത്തേന്ന്. നിന്റെ സ്വഭാവം നിനക്കല്ലേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ. ഇത് പൊട്ടിക്കാം. അടിപൊളി. ഇതേ തിരുക്കുടുംബം. അടിപൊളി. അപ്പം അതേ നല്ലൊരു തിരുക്കുടുംബം. അപ്പം ഇതാ ചേട്ടൻ്റെ ഫ്രണ്ട് കൊടുത്താ കേട്ടോ, നല്ലൊരു തിരുക്കുടുംബം. നമ്മുടെ മൂത്ത ചേച്ചി കൊണ്ടെത്തുന്നതും തിരുക്കുടുംബമായിരുന്നു. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ വർഷത്തേക്ക് ബാഗുമായി, വാട്ടർ ബോട്ടിലുമായി, ലഞ്ച് ബോക്സുമായി. അത് സ്പൂണ് വെക്കാൻ വേണ്ടിയിട്ടുള്ളടാ. അല്ല, നിന്നെ അനുസരിച്ച് വാങ്ങിച്ചു തന്നേക്കണം. നീ ഇങ്ങനെയല്ലേ ഇരിക്കണം. അപ്പം നിറച്ച് കൊണ്ടുപോയി നീ ഇങ്ങനെ ആവാൻ വേണ്ടി തന്നതാ. സൂപ്പർ, നല്ല പാത്രാട്ടാ. അടിപൊളി. കൊട. അപ്പം ഈ വർഷത്തേക്കുള്ളതെല്ലാം ആയിട്ടുണ്ടേ. അടിപൊളി അടിപൊളി. ആൻസിന് അങ്ങനെ കൊടയും കിട്ടി, വാട്ടർ ബോട്ടിലും കിട്ടി. വാട്ടർ ബോട്ടിലായിരിക്കില്ലടാ. അടിപൊളി അടിപൊളി. എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി തന്നെ. അടിപൊളി. അങ്ങനെ അതും തീർന്ന്. ആൻസ് കുട്ടൻ്റെ കിട്ടിയ ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ ഇത് മുഴുവൻ. ആൻസ് കുട്ടൻ ആദ്യ കുർബാനയ്ക്ക് കിട്ടിയ രണ്ടാമത്തെ ഗിഫ്റ്റ് കാണിച്ചു തരാവേ. ചേട്ടൻ്റെ ഫ്രണ്ട് കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. എന്നാ ശരിയാണ്. പൊട്ടിക്ക് പൊട്ടിക്ക്, വേഗം പൊട്ടിക്കും. അല്ല, ഗിഫ്റ്റ് അതിനകത്ത് ഇപ്പം കവർ അത് തന്നെ ആവണമെന്നില്ലോടാ. കളിപ്പാട്ടമായിരിക്കും ഇവിടെ. ഗസ് ആൻസൂട്ടൻ ആകാംക്ഷയോട് കൂടിയ മുഖത്തോടു കൂടി ഗിഫ്റ്റ് പാക്കറ്റ് ഇതാ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതന്നെയാണ് തോന്നണം കേട്ടോ. കറക്റ്റാണല്ലോ അളവൊക്കെ. ഓ അതെ,
അതിന് നീ പാട്ട് പാടുമോ? ഇതെന്തോ സ്പീക്കറോ? പപ്പയുടെ കൈ കൊണ്ട് കൊടുക്കും, കുത്തണ എങ്ങനെയാന്നൊക്കെ കാണാം. Unleash the beat. Bluetooth. ഓ ബ്ലൂടൂത്താണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു കേക്കിൻ്റെ കഥ വളരെ വലിയൊരു കോമഡി ആയിപ്പോയിട്ടോ, വളരെ പരാജയമായി പോയ ഒരു കേക്ക് കഥയാണിത്. എന്താണെങ്കിലും ആദ്യ കുർബാനയ്ക്ക് തലേ ദിവസം തന്നെ നമ്മൾ ബ്രദേഴ്സ് കേക്ക് ലേക്കിൽ നിന്നും ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എഴുതി വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം ആദ്യ കുർബാനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മുറിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ ആദ്യ കുർബാനയ്ക്കിടയ്ക്ക് ആൻസൂട്ടന് ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ കാര്യം അങ്ങ് മറന്നും പോയി. അതായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്. അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി ഫോട്ടോയൊക്കെ കിട്ടിയേനെ. അപ്പോൾ എന്താണെങ്കിലും കേക്ക് നല്ല ടേസ്റ്റായിരുന്നു. റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നു. ഇതുവരെ കേക്ക് തീർന്നിട്ടുമില്ല കേട്ടോ. അപ്പോൾ കേക്കൊക്കെ എഴുതി വാങ്ങി നമ്മൾ വീട്ടിലെത്തി. ബ്രദേഴ്സ് കേക്ക് ലേക്കിലെ ബാബു എന്ന് പറയുന്ന ചേട്ടനാണ് ഇത് എഴുതി തന്നത്. ഭയങ്കര ടേസ്റ്റുള്ള കേക്കാണ്. എനിക്ക് ബ്രദേഴ്സിലെ കേക്ക്, എസ്പെഷ്യലി കേക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ അധികം മധുരപ്രിയയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മധുരം കുറവായ പാകത്തിന് മധുരമുള്ളൊരു കേക്കാണ് അവിടുത്തെ കേക്ക്. അപ്പം നമ്മൾ ആൻസൂട്ടിന് വേണ്ടിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ആദ്യ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ കേക്കിൻ്റെ കാര്യം ഞാനും മറന്നുപോയി, എല്ലാവരും മറന്നുപോയി. ചേട്ടനും മറന്നുപോയി, ആൻസ് മറന്നുപോയി. അത് കഴിഞ്ഞാ വൈകുന്നേരം ആ സമയത്ത് മറന്നുപോയില്ലേ? ചേട്ടൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൊച്ചിൻ്റെ ആഗ്രഹം നമ്മൾ കേക്ക് കുടിക്കാൻ പറ്റും. നമ്മള് ആൻസൂട്ടിന്റെ ആദ്യ കുർബാന കേക്ക് കട്ട് ചെയ്യുക കേട്ടോ. കേക്കിന്റെ വരെ മറന്നുപോയി. ചെറുതായിട്ട് മുറിക്കടാ. ഓക്കെ, അത് മതിയുടെ അവർക്ക് മുറിക്കണ്ട. തിന്നാൻ പല്ലില്ല, പല്ലുവേദന എടുക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു ഗുളിക കഴിക്കാൻ. പല്ല് കൊടുക്കാനാലെയാണ് ഈ ആദ്യ കുർബാനാണെന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ആദ്യ കുർബാന കേക്ക് ഇട്ടാ. ഇപ്പം കേക്ക് കട്ട് ചെയ്യാനായിട്ട് മറന്നു പോകാനുള്ള പ്രധാന കാരണം ആദ്യ കുർബാനയ്ക്ക് ഇടയ്ക്ക് ആൻസൂട്ടിന് ചെറിയ തോതിൽ തലകറക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ 6:45 അവിടെ എത്തിയതാണ്. നേരത്തെ തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ടെൻഷനും കാര്യങ്ങളും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ആൻസൂട്ടിൻ്റെ BP താഴ്ന്നോ പൊങ്ങിയോ എന്താണല്ലോ, ആൻസൂട്ടിന് തലകറങ്ങി. പിന്നെ പള്ളിക്കകത്ത് ഇരുത്തിയേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നുമില്ല. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്നും കിട്ടുന്ന ഫോട്ടോ നമ്മൾ വേറെ വീഡിയോയിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.